നിറം വെക്കാനുള്ള 5 ആയുർവേദ മരുന്നുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ജനറ്റിക്കലി കിട്ടിയിട്ടുള്ള നിറം അതൊരിക്കലും ചേഞ്ച് ആവില്ല. ചിലപ്പോൾ നമ്മുടെ പേരൻസ് ഡാർക്ക് ആയതുകൊണ്ട് നമ്മളും കുറച്ച് ഡാർക്ക് ആയിരിക്കും. അതൊരിക്കലും നമുക്ക് ഫെയർ ആക്കാൻ കഴിയില്ല. പറ്റും ഗ്ലൂട്ടാത്തിയൻ പോലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ അത് കിഡ്നി ഡിസീസൊക്കെ ഒരുപാട്, അതായത് കിഡ്നി തകരാറൊക്കെ ആവാൻ ഒരുപാട് കാരണമാകാറുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്കുള്ള നിറം ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചില മരുന്നുകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനമാണ് മഞ്ചിഷ്ട അല്ലെങ്കിൽ മഞ്ചട്ടി. നല്ല ചുമന്ന കളറിലുള്ള പൊടിയാണ്. അപ്പോൾ മഞ്ചിഷ്ട നമുക്ക് കടയിൽ നിന്ന്, അതായത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങി പൊടിക്കാം. അല്ലെങ്കിൽ മഞ്ചിഷ്ട ചൂർണം തന്നെ വാങ്ങിക്കാൻ കിട്ടും അങ്ങാടിക്കടകളിൽ. അത് വാങ്ങിച്ച ശേഷം ദിവസം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ വെറും പാലിലോ മിക്സ് ചെയ്ത് മുഖത്തിടുന്നത് നിറം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. മഞ്ചിഷ്ടാദി കഷായവും നമ്മൾ അകമേ കൊടുക്കാറുണ്ട്. പക്ഷേ അത് സ്കിൻ ഡിസീസോ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അത് ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് കഴിക്കാൻ പാടില്ല. ഡോക്ടറിനെ കണ്ട ശേഷം അവർ അത് പറയുകയാണെങ്കിൽ മാത്രം കഴിക്കേണ്ട കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മഞ്ചിഷ്ട വാങ്ങിച്ചിട്ട് പൊടി മുഖത്തിടുന്നതാണ്. അടുത്തത് ഒരു ഓയിലാണ്, നാൽപ്പാമരാതി ഓയിൽ. നാൽപ്പാമരാതി ഓയിൽ പുറമെ പുരട്ടുന്നതാണ്. അതായത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും സ്കിന്ന് സോഫ്റ്റ് ആവാനും സ്കിൻ ബ്രൈറ്റൻ ആവാനൊക്കെ തന്നെ നാൽപ്പാമരം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാൽപ്പാമരാതി ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മഞ്ഞ നിറം വരും കയ്യിലൊക്കെ. കാരണം അതിനകത്ത് ഒരു കണ്ടൻറ്റ് കൂടുതൽ, അതായത് മഞ്ഞൾ കൂടുതലായതുകൊണ്ടാണ്. ഈ നാൽപ്പാമരാതി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ള ക്ലോത്തൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതിലൊക്കെ ആ ഒരു കളർ പിടിക്കും. കാരണം അത്രയും മരുന്നിൻ്റെ സത്ത് അതിൽ അടങ്ങിയിട്ടുണ്ട്. നാൽപ്പാമരാതി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ, നമുക്ക് സൺസ്ക്രീൻ പോലും വേണ്ടി വരില്ല. അങ്ങനെ ഉണ്ടാകുന്ന ടാൻ പോലും ഒഴിവാക്കി തരുന്നതാണ്. മറ്റ് സ്കിൻ ഡിസീസോ ഒന്നും തന്നെ ഈ ഒരു നാൽപ്പാമരാതി ഉണ്ടാക്കത്തില്ല. പകരം നല്ലൊരു ഓജസ്സും തെളിവൊക്കെ നമ്മുടെ മുഖത്തിന് ഉണ്ടാവുന്നതാണ്. അടുത്ത മരുന്ന് കുങ്കുമാതിയാണ്. സാധാരണ നമ്മൾ കുങ്കുമം പാലിലിട്ടാണ് കുടിക്കുന്നത് അല്ലേ. അപ്പോൾ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ കുങ്കുമാതി ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഡെയിലി രാത്രി കിടക്കുമ്പോൾ ഒരു ഡ്രോപ്പ് മുഖത്തിട്ട ശേഷം, അതായത് മുഖത്ത് ഒരു ഡ്രോപ്പ് ഒഴിച്ച ശേഷം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ ലൈറ്റായിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയൊക്കെ ഇട്ട് മുഖം കഴുകി കഴിഞ്ഞാലും നല്ല നിറം വരുന്നതാണ്. ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ ഒന്നും റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ 3 മാസമെങ്കിലും ട്രൈ ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അരിപ്പൊടിയും തൈരുമാണ്. അരിപ്പൊടിയും തൈരും എടുക്കുക, അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഫേസ് വാഷിന് പകരം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖത്തിന് നല്ല നിറം വയ്ക്കുന്നതാണ്. അടുത്തത് പപ്പായയാണ്. നല്ല പഴുത്ത പപ്പായ അല്പം തേൻ ചേർത്തിട്ട് ഡെയിലി മുഖത്ത് തേക്കുന്നതും ഇതേപോലെയുള്ള സ്കിൻ ഡിസീസുകളൊക്കെ മാറ്റിയിട്ട് നല്ല നിറം നൽകുന്നതാണ്. അതുപോലെ ജ്യൂസ് കഴിക്കുമ്പോൾ എപ്പോഴും പപ്പായ ജ്യൂസ് കഴിക്കുന്നതും നിറം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ക്യാരറ്റ് ഓയിലാണ്. ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കേണ്ട രീതി യൂട്യൂബിൽ തന്നെയുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അല്പം കോക്കനട്ട് ഓയിലിൽ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. അത് സ്ഥിരം യൂസ് ചെയ്യുന്നത്